ചെട്ടികുളങ്ങരയിലെ കെട്ടുകാഴ്ച നിങ്ങളിൽ പലരും കണ്ടു കാണും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെട്ടികുളങ്ങരയിലെ കെട്ടുകാഴ്ചയല്ല. എന്നാൽ ഈ കെട്ടുകാഴ്ച ആലപ്പുഴ ജില്ലയിൽ തന്നെ ചെട്ടികുളങ്ങരയ്ക്കും അതുപോലെ തന്നെ കായംകുളത്തിനും ഇടയിലായിട്ട് വരുന്ന കോയിപ്പള്ളി കോരാഴ്മ ദേവീക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയാണ്. ഇത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന രേവതി മഹോത്സവത്തിന്റെ കാഴ്ചകളാണ്. എന്റെ കൂട്ടുകാരന്റെ വീട് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. കൂട്ടുകാരൻ എന്നെ കുംഭഭരണിക്ക് പോകാനാണ് ക്ഷണിച്ചത്. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഇവിടുത്തെ ഈ ആഘോഷം കണ്ടപ്പോൾ കുംഭഭരണി മിസ് ചെയ്തതിൽ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. ഇവിടെ ആദ്യം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് രണ്ട് കരക്കാരുടെ കെട്ടുകാഴ്ചകളാണ്. കെട്ടുകാഴ്ചയെ കുതിര എന്നും പറയാറുണ്ട്. അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രദേശവാസികളാണ് ഈ ചുരുക്കുന്ന കെട്ടുകാഴ്ചകളാണ്, അതായത് കുതിരകളാണ്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കരക്കാരുടെ കെട്ടുകാഴ്ചകൾ ഒത്തിരി വലുതാണ്. ഒത്തിരി സമയം എടുത്തിട്ടാണ് ഇവർ അമ്പലത്തിലേക്ക് തന്നെ കയറിയത്. ഞാൻ ആദ്യമായിട്ടാണ് കെട്ടുകാഴ്ച നേരിട്ട് കാണുന്നത്. ഈ പ്രദേശത്ത് രാവിലെ മുതൽ കറണ്ടില്ല. വേറൊന്നുമല്ല, ഇത്രയും വലിയ കെട്ടുകാഴ്ചകൾ വലിച്ചുകൊണ്ട് വരണമെങ്കിൽ ഇലക്ട്രിക് ലൈനുകളൊക്കെ മാറ്റണം. ഒരു പ്രദേശം മൊത്തം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കെട്ടുകാഴ്ചയുടെ കാര്യങ്ങൾ നടത്തുന്നത്. അർദ്ധരാത്രി 1:30 ശേഷമാണ് ചടങ്ങുകളെല്ലാം അവസാനിച്ചത്. പിന്നീട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വീണ്ടും അമ്പലത്തിലേക്ക് വന്നു. നിങ്ങളും കെട്ടുകാഴ്ച ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പോകാൻ മടിക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബാക്കി വീഡിയോസ് കാണാൻ മടിക്കരുത്. ബൈ.